ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അർജുൻ അഞ്ജലിക്ക് വാക്ക് കൊടുക്കാണ്, ഞാൻ കൈ വിടില്ല, എനിക്ക് വേണം തന്നെ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ അങ്ങനെ അഞ്ജലിയുടെ കൈ പിടിച്ചിട്ട് വാക്ക് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ തന്നോട് കളവ് കാണിക്കത്തുമില്ല, തന്നോട് നുണ പറയത്തുമില്ല. എടോ എന്നോട് കാണിച്ച ഞാൻ തന്നോട് കാണിച്ച ഈ ഒരു തെറ്റിനെ താനോട് ക്ഷമിക്കടോ. എടോ തന്നെ നഷ്ടപ്പെടുന്നുള്ള തോന്നൽ കൊണ്ടാണ് ഞാൻ പല തെറ്റുകളും ചെയ്തു പോയത്. നോക്ക്, ഇപ്പൊ തന്റെ ഭാര്യയാണ്, ഞാൻ തനിക്ക് വാക്ക് തരാണ്. ഞാൻ ഒരിക്കലും തന്നെ ചതിക്കില്ലടോ, കൈവിടില്ല, ഞാനുണ്ട് തൻ്റെ കൂടെ. നോക്ക്, എന്നീ അഞ്ജലി ഇല്ലാതാവണോ അന്ന് അർജുനും ഇല്ലാതാകും, അത് താൻ ഓർത്തോ. താന് എല്ലാവരും ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഞാനും തൻ്റെ കൂടെ വരുവോടോ. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒരുമിച്ച് ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞു. തനിക്ക് എന്താ തോന്നുന്നത്? തനിക്ക് ജീവിക്കണോ അതോ മരിക്കണോ? മരിക്കണമെങ്കിൽ പറ, ഞാൻ റെഡി, നമുക്ക് ഒരുമിച്ച് തന്നെ മരിക്കാം. അതെല്ലാം ജീവിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, എന്നോട് ഈ തെറ്റ് തനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തനിക്ക് ജീവിക്കാം എൻ്റെ കൂടെ, എൻ്റെ ഭാര്യയായിട്ട്. ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടോ ശംഖുചക്രത്തിൽ, അത് എൻ്റെയും കൂടി വീടാണ്, അവിടെ എൻ്റെ ഭാര്യയായിട്ട് താൻ ഉണ്ടാകും എൻ്റെ കൂടെ. എന്താ തനിക്ക് വരാവോ എൻ്റെ കൂടെ എന്ന് ചോദിക്കുകയാണ്. അഞ്ജലി ആദ്യം പൊട്ടിക്കരട്ട് അർജുനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സോറി, ഞാൻ വിഷമിപ്പിച്ചെങ്കിൽ സോറി. താനെന്തിനോട് സോറി പറയേണ്ടത്? ഞാനല്ലേ സോറി പറയേണ്ടത്? ഞാനല്ലേ തന്നോട് തെറ്റ് ചെയ്തത്? ഞാനല്ലേ കളവ് പറഞ്ഞത്? അതുകൊണ്ട് ഞാനല്ലേ തൻ്റെ സത്യം പറഞ്ഞ അഞ്ജലി തൻ്റെ കാല് പിടിച്ച് എനിക്ക് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരയണമെന്നുണ്ടോ. പക്ഷേ ഞാൻ വേണമെങ്കിൽ തൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. വേണ്ട അർജുൻ, സാരില്ല, എനിക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അർജുൻ എന്നോടുള്ള പ്രണയം അത് യഥാർത്ഥ പ്രണയമാണെന്നും ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോഴും അർജുന വെറുക്കാൻ സാധിക്കാത്തത്. എങ്കിൽ തനിക്ക് എൻ്റെ കൂടെ വന്നൂടെടോ. ജീവിക്കാനുള്ള ഒരുമിച്ച് തന്നെ നമുക്ക് ജീവിക്കാടോ, എന്ത് നമുക്ക് ഒരുമിച്ച് നേരിടാം. അഥവാ എൻ്റെ വീട്ടിൽ നിന്ന് അവരെ അടിച്ചിറക്കി ഒതുക്കി വിടുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലടോ. ഈ അർജുൻ രാഘവന് തന്നെ നോക്കാനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഭാര്യനെ പൊന്നുപോലെ നോക്കും എന്ന് അർജുൻ പറയാണ്. അങ്ങനെ അർജുൻ്റെ വാക്കുകൾ കേട്ട് അഞ്ജലിക്ക് സന്തോഷമാവാണ്. അഞ്ജലി അർജുൻ്റെ കൈ പിടിച്ച് വീണ്ടും നമ്മുടെ ശംഖുചക്രത്തിലേക്ക് തിരിച്ച് പോകുവാട്ടോ. അതേസമയം നമ്മുടെ രാഘവൻ ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പണിത്തിരക്കിലും കാര്യങ്ങളിലായതുകൊണ്ട് നിലത്തേക്ക് ഇറങ്ങി വരുന്നൊന്നുമില്ല കേട്ടോ. രാഘവൻ ഓരോരോ പണിത്തിരക്കിലാണ്. ബാക്കി എല്ലാവരും വീണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ഉമ്മറത്തൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് വീണ്ടും അർജുൻ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് തിരിച്ചു വരുന്നു കേട്ടോ. അത് കാണുമ്പോഴേക്കും എന്തു വേഗം തന്നെ നന്ദിനി എടുത്ത് പറയണ്ട്, നന്ദിനി എടുത്തി അവര് പിന്നെ വന്നു. ആര്? അർജുൻ അവളെയും കൂട്ടിക്കൊണ്ട് പിന്നെ വന്നു. അവൻ വീണ്ടും വന്നു അവളെയും കൂട്ടിക്കൊണ്ട്. അതേന്നേ, വീണ്ടും വന്നിട്ടുണ്ട്. ഓ, ഈ ചെക്കൻ്റെ ഒരു കാര്യം, എന്തിനാണോ രണ്ടാമത് ഇങ്ങോട്ടേക്ക് വന്നത്? വെച്ചിട്ടുണ്ട് ഞാൻ. രാഘവേട്ടനെ എല്ലാ സത്യങ്ങളും അറിയിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു രണ്ടിൻ്റെയും പുറപ്പാട്. എന്തായാലും പോയി നോക്കട്ടെ, വാ ഇന്ദു എന്ന് പറഞ്ഞിട്ട് ഇന്ദുവിനെ വിളിച്ചിട്ട് പുറത്തേക്ക് പോവാണ്. ശേഷം അർജുൻ അഞ്ജലിയും കൂട്ടിക്കൊണ്ട് പടി ഇങ്ങനെ കയറാൻ വേണ്ടി പോകുമ്പോൾ തന്നെ നന്ദിനി പറയട്ടെ, നിക്കവിടെ എന്ന് പറയണേ. എടി, വീണ്ടും എന്തിനാടി നീ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത്? എടാ, നിനക്ക് നാണരുടെ ഇവളെയും കൂട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് വീണ്ടും കയറി വരാനായിട്ട്? അമ്മേ, വാക്കുകൾ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. അച്ഛൻ്റെ കൈ പിടിച്ച് അമ്മയെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നതല്ലേ, അതുപോലെ തന്നെ എൻ്റെ ഭാര്യ എൻ്റെ കൈ പിടിച്ച് വലതുകാൽ വെച്ചിട്ട് ഈ വീട്ടിലേക്ക് കയറി വരാൻ വേണ്ടി വന്നവളാ. അല്ല, കുറച്ചു മുമ്പ് ഇവൾ എന്തൊക്കെയോ പറഞ്ഞ് നീ എന്തോ ചതിച്ചെന്നോ, രാജീവാണെന്ന് പറഞ്ഞ് ചതിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് വലിയ വർത്താനം പറഞ്ഞ് പോയതാണല്ലോ. വീണ്ടും കയറി വരാം, നിനക്ക് നാണൂരടി. അങ്ങനെ എൻ്റെ മോൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാടി നീ വീണ്ടും ഇവിടേക്ക് കയറി വന്നത്? നാണൂല്ലാത്തവളെ, പോയിക്കൂടെ നിനക്ക്. അപ്പൊ എന്ത് പറയണ്ടേ? എൻ്റെ ഇടത്തി അതെങ്ങനെ പോകാനാണ്? ചേച്ചിയുടെ അല്ലേ അനിയത്തി, ചേച്ചിയും ഇങ്ങനെ തന്നെയാണല്ലോ. എന്ത് പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പണിക്കും അവളില്ല. എത്ര പ്രാവശ്യം രാഘവേട്ടനെ അവൾ ഇവിടെ നിന്ന് പുറത്താക്കിയതാണ്, എന്നിട്ടും നാണില്ലാതെ വീണ്ടും കയറി വന്നില്ലേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവർക്കൊന്നും നാണുമില്ല മാനുമില്ല, ചെറ്റക്കുടിലല്ലേ താമസം, അതിന്റെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. അത് കേൾക്കുമ്പോഴൊക്കെ അർജുൻ പറയണ്ടതേ, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടോണ്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു വേണ്ട. എന്നെക്കാളും പ്രായത്തിൽ മൂത്തോട്ടെ ക്ഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് അസഭ്യം എൻ്റെ ഭാര്യനെ കുറിച്ചാണ്, മനസ്സിലായോ? നിങ്ങളുടെ മര്യാദ നിങ്ങളുടെ സംസ്കാരമല്ലേ നിങ്ങൾ കാണിക്കുള്ളൂ. അതിന് തിരിച്ച് മറുപടി പറയാൻ നിന്നാലേ എൻ്റെ സംസ്കാരം നിങ്ങളുടെ അത്രയും താഴാൻ വയ്യ. അതുകൊണ്ട് ഞാനിതിനെ മറുപടി പറയുന്നില്ല. അഞ്ജലി, ഇവർ പറഞ്ഞതൊന്നും കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. അതെന്തെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഈ വീട്ടിൽ കുറച്ച് ആളുകളുണ്ട്. ആ നിൽക്കുന്ന എൻ്റെ മുത്തശ്ശി, ഇത് ചെറിയമ്മാവൻ, അതായത് ഗോവിന്ദനുണ്ണി, അച്ഛൻ്റെ ഇളയ സഹോദരൻ, അത് ഗോവിന്ദനുണ്ണിയുടെ ഭാര്യ രമ്യ ചെറിയമ്മ. അവരൊക്കെ നമുക്ക് സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തി, അത് ഇളയച്ചൻ്റെ മകള്, എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ്. അതെ, ഇത്രയും പേരൊക്കെ പോരുത് എനിക്ക് സപ്പോർട്ട്. പിന്നെ തൻ്റെ ചേച്ചി അനുപമ, അതായത് എൻ്റെ പ്രിയപ്പെട്ട ഇടത്തി.
ഏടത്തി എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോണൊന്നുമില്ല. പക്ഷേ ഏടത്തിയുടെ ഭർത്താവ്, അതായത് എൻ്റെ സ്വന്തം ഏട്ടൻ അഭിലാഷേട്ടൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാരണം അഭിലാഷേട്ടൻ എനിക്കെൻ്റെ സുഹൃത്തിനെ പോലെയാണ്. അഭിലാഷേട്ടൻ്റെ ഒരു കാര്യം ഞാൻ മറച്ചു വെക്കാറില്ല. ആദ്യമായിട്ട് തൻ്റെ കാര്യം ഞാൻ മറച്ചു വെച്ചു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലിക്ക് ഷോക്ക് ആവാട്ടെ. ഈശ്വര, അഭിലാഷും താനും തമ്മിലുള്ള ബന്ധം ഇനി അർജുൻ അറിഞ്ഞാൽ എന്താകുമോ എന്തോ. അതായത് അഭിലാഷിന് ആദ്യം പെണ്ണാലോചിച്ചത് അഞ്ജലി ആയിട്ടാണല്ലോ, അതൊന്നും അർജുൻ അറിയില്ലല്ലോ. അപ്പൊ അതൊക്കെ ഇനി അറിഞ്ഞാൽ എന്താകുമോ എന്തോന്ന് അഞ്ജലിയും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഇവളെ ഞാൻ ഈ വീട്ടിൽ കേട്ടുന്ന പ്രശ്നമില്ല, ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ഭയങ്കര ബഹളം ഉണ്ടാക്കണം. അപ്പൊ ഈ ഒച്ചപ്പാടും ബഹളവും കേട്ട് അവസാനം നമ്മുടെ ഗോവിന്ദനുണ്ട്, സോറി രാഘവനുണ്ട്, അങ്ങനെ വർക്കൊക്കെ നിർത്തി നിലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുവാട്ടോ. അപ്പൊ രാഘവനോട് ഒച്ച കേൾക്കുമ്പോ തന്നെ നമ്മുടെ അഞ്ജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുവാട്ടോ. ആകെ പേടിയും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. രാഘവനോട് നോക്കുമ്പോഴേക്കും ദേ നിൽക്കുന്ന മുറ്റത്ത് അഞ്ജലി. നീ എന്തിനാടി ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു കൊടുക്ക് രാഘവേട്ട, അതെ ഇവൻ കൂട്ടിക്കൊണ്ടുവന്നതാ ഇവളെ. എടാ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ ക്ഷമിക്കണം, അഞ്ജലി എൻ്റെ ഭാര്യയാണ്, ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ്, എൻ്റെ ഭാര്യ എന്ന് പറയണം. കുറച്ചു നേരം രാഘവനുണ്ണി മിണ്ടാതിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യം വഷളാകും എന്ന് രാഘവനുണ്ണിക്ക് മനസ്സിലാവാണ്. രാഘവനുണ്ണി തിരിച്ച് അപ്പുറത്തെ വേറൊരു കളി കളിക്കാൻ വേണ്ടി തീരുമാനിക്കാട്ടോ. അതായത് അർജുൻ അഞ്ജലിനെ ചതിക്കാണെന്ന രീതിയിൽ പുതിയൊരു ഗെയിം പ്ലാൻ ചെയ്യാണ് രാഘവനുണ്ണി ആ ഒരു കുറഞ്ഞ സമയത്തിൽ. എന്നിട്ട് അഞ്ജലിയുടെ അടുത്ത് പറയുന്നുണ്ട്, അതെ ഞാനാണ് എൻ്റെ മോനോട് പറഞ്ഞത് കള്ള പേരിൽ നിന്നെ പ്രണയിക്കാനായിട്ട്, അതെന്തായാലും ചെയ്തു. അവൻ എൻ്റെ മോനല്ലേ, ചെയ്യാതിരിക്കുകയല്ലേ. കൊള്ളാട് അർജുനെ, അടിപൊളി, നീ ഇവളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോടാ മോനെ എന്ന് പറയണം. അങ്ങനെ അർജുനും അതുപോലെ തന്നെ നമ്മുടെ അഞ്ജലിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അഞ്ജലിക്ക് വീണ്ടും ഒരു അർജുന് സംശയം ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ മാറും. അപ്പൊ രാഘവനുണ്ണി വിചാരിക്കുകയാണ്, ഒരു കണക്കിന് നന്നായി അവൾ ഈ വീട്ടിൽ മരുമകളായിട്ട് കയറി വന്നത്. നിയമപരമായിട്ട് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്, വെറുതെ ഒരു താലി ചാർത്ത് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇതെന്തായാലും ഇവളെ ക്ലോസ് ആക്കാൻ പറ്റിയ അവസരം ഇത് തന്നെയാണ്. കാരണം തൻ്റെ വീട്ടില് അവളെ പരമാവധി ദ്രോഹിക്കുക. അത് മാത്രല്ല, അവള് ഇനി കോടതിയിൽ പോണതൊന്നും കാണണം. എൻ്റെ വീട്ടിൽ നിന്ന് കോടതിയിലേക്ക് കുപ്പായമിട്ട് അവള് പോണത് എനിക്കൊന്ന് കാണണം. ഇനി അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വേഷം എന്ന് പറയുന്നത് ഈ വീട്ടിലെ അടുക്കളക്കാരുടെ അതേ ജോലി തന്നെയാണ്. അടുക്കളക്കാരിക്ക് ഇവിടെ ഒരു വാക്കൻസി ഉണ്ടല്ലോ, അത് അഞ്ജലിക്ക് കൊടുക്കാം എന്ന് രാഘവനുണ്ണി വിചാരിക്കുകയാണ്. ശേഷം രാഘവനുണ്ണി നേരെ കുറുപ്പിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് പറയണ്ടേ, എടോ ഞാൻ തനിക്ക് വാക്ക് തരാണ്, അർജുൻ്റെയും കാവ്യമോളുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കും. അതെന്താണ് തനിക്ക് ഇത്ര ഉറപ്പ്? കുറച്ച് കാര്യങ്ങളൊക്കെ കയ്യിൽ വന്ന് വീണിട്ടുണ്ടോ, അഞ്ജലിനെ ഒതുക്കാൻ നല്ലൊരു അടിപൊളി സംഭവം എൻ്റെ കയ്യിൽ വന്ന് വീണിട്ടുണ്ട്. അതെന്താണ് താനിപ്പോ അറിയണ്ട, പക്ഷേ കുറച്ചു ദിവസം താനിക്കും സമയം എന്താ. അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞാൽ അധ്യായം ഉടനെ തന്നെ തീരും. ശേഷം അർജുൻ കാവ്യ വിവാഹം ഞാൻ നടത്തി തരും എന്ന് രാഘവനുണ്ണി കുറുപ്പിന് വീണ്ടും വാക്ക് കൊടുക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയില് കാണിച്ചു കേട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡായിരിക്കും, അതിലൊരു സംശയമില്ല. പിന്നെ വീക്കെൻഡ് പ്രൊമോയിലും നല്ല അടിപൊളി വീക്കെൻഡ് പ്രൊമോ തന്നെ ആയിരിക്കും കേട്ടോ. എന്തായാലും വീക്കെൻഡ് പ്രൊമോ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.